നമ്മുടെ കൺമുൻപിലുള്ള കാഴ്ചകൾ പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തേക്കാം. അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി. കണ്ണ് കാണുന്നത് താൽക്കാലികമായ പ്രതിസന്ധികളാണെങ്കിൽ വിശ്വാസം കാണുന്നത് അതിനപ്പുറമുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെയാണ്. ദൈവവചന പ്രകാരം പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയേ ഞങ്ങൾ നടക്കുന്നത്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. ബൈബിളിലെ ഏലീശ പ്രവാചകന്റെയും അവൻ്റെ ഭൃത്യൻ്റെയും ചരിത്രം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ശത്രു സൈന്യം തങ്ങളെ വളഞ്ഞിരിക്കുന്നത് കണ്ട് ഭൃത്യൻ ഭയന്നുപോയി. അവൻ്റെ ഭൗതിക കണ്ണുകൾ ശത്രുക്കളെ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ ആ ഭൃത്യൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ തങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അഗ്നിരഥങ്ങളും കുതിരകളും അവന് കാണാൻ കഴിയും. ഭൗതിക കണ്ണ് ഭയത്തെ തന്നപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണ് വിജയത്തിൻ്റെ വഴികാട്ടി തന്നു. കാഴ്ച നിങ്ങളെ സാഹചര്യങ്ങളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു, എന്നാൽ വിശ്വാസം സാഹചര്യങ്ങൾക്ക് മുകളിലുള്ള ദൈവത്തിലേക്ക് നോക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇരുട്ടിലൂടെ നടക്കുമ്പോൾ കണ്ണിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് നിങ്ങളുടെ കൈപിടിച്ചിരിക്കുന്ന ദൈവത്തെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനെ ആശ്രയിച്ചാണ് വഴി തിരഞ്ഞെടുക്കുന്നത്? നാം കാണുന്ന പ്രതിസന്ധികളെ നോക്കിയോ അതോ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നോക്കിയോ? എൻ്റെ ഉപദേശം ഇതാണ്: ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ കണ്ട് ഒരിക്കലും പതറിപ്പോകരുത്. നിങ്ങളുടെ ബലഹീനമായ കണ്ണുകൾ കാണിച്ചു തരുന്ന ഭയത്തിൽ വീഴാതെ ദൈവവചനമാകുന്ന വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ വഴികൾ തിരഞ്ഞെടുക്കുക. കണ്ണ് കാണിച്ചു തരുന്ന ലോകം താൽക്കാലികമാണ്, എന്നാൽ വിശ്വാസം കാട്ടിത്തരുന്ന വഴി നിത്യതയോളമുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് ചുവടുവെക്കുക. കർത്താവ് നിങ്ങളെ വഴി നടത്തും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.